നമസ്കാരം. മരപ്പൊട്ടന്മാരെയും മരവാഴകളെയും പദവി ഏൽപ്പിക്കുമ്പോൾ കെ സുധാകരൻ BJP പാളയത്തിലെത്തും. ഇത് മരപ്പൊട്ടന്മാരുടെ പാർട്ടിയാണോ കോൺഗ്രസ്? ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൊന്നു കുഴിച്ചു മൂടാനുള്ള അവസാന ശ്രമമാണിപ്പോൾ പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ മാറ്റി പകരം ഒരു മരപ്പൊട്ടനെ പാർട്ടി പ്രസിഡന്റാക്കാൻ ഇവന്മാർ ശ്രമിക്കുമോ? സുധാകരൻ എന്ന നേതാവിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും പിണറായി എന്ന കരുത്തനോട് കടപിടിച്ചു നിൽക്കുവാൻ പറ്റിയ ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ പാർട്ടി തോറ്റുമ്പിയോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് കഴപ്പിനാണിപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് എന്നുള്ളതാണ്. ശരി, അദ്ദേഹം പ്രസിഡന്റായിട്ട് 4 വർഷം പിന്നിട്ടു. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി ഒരു പുതിയ ആളെ കൊണ്ടുവരണമെന്ന് പാർട്ടിക്ക് തീരുമാനിക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ സുധാകരനെ മാറ്റുമ്പോൾ ഒന്നുകിൽ സുധാകരനൊപ്പം അല്ലെങ്കിൽ സുധാകരന് മുകളിൽ തലപ്പൊക്കമുള്ളൊരു നേതാവിനെയാണ് കൊണ്ടുവരേണ്ടത്. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. അത് ഹൈക്കമാൻഡ് ആണെങ്കിലും ഏത് നേതാവാണെങ്കിലും 4 ആൾ അറിയുന്ന ഒരുത്തനെ നേതാവാക്കൂ. അല്ലെങ്കിൽ നേതാവ് പറയുന്നത് അണികൾ കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ അധ്യക്ഷനാക്കൂ. ജനം സഹകരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാർട്ടിക്കാരെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ കത്തോലിക്ക സഭയുടെ തീരുമാനം നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ നശിക്കാൻ പോകുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസവുമാണ്. അത് മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആന്റോ ആന്റണി, എത്ര പേർക്കറിയാം ഈ മഹാനെ? ഫോട്ടോ കണ്ടാൽ ജനത്തിന് തിരിച്ചറിയണമെന്ന് വെറുതെയല്ല കോൺഗ്രസ് അണികൾ തന്നെ ഫ്ലക്സ് വെച്ച് പ്രതിഷേധിച്ചത്. ഇവനെപ്പോലെയുള്ള മരപ്പൊട്ടന്മാരെ KPCCയുടെ അമരത്ത് കൊണ്ടുവച്ചാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും രാവിലെ 8 മണിക്ക് തന്നെ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉറപ്പാണ് പൊട്ടിയിരിക്കും. അപ്പോൾ അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പാർട്ടിയും അതിന് ഒരു ബോധവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഒരു ഹൈക്കമാൻഡും, ഇവന്മാരൊക്കെ കൂടെ ഈ പാർട്ടിയെ തുലയ്ക്കുക തന്നെ ചെയ്യും. ഈ പാർട്ടിക്കൊരു നിലപാടില്ലേ? അതിൽ ഉറച്ചു നിന്നല്ലേ നേതാക്കന്മാരെയും അധ്യക്ഷന്മാരെയും ഒക്കെയും തീരുമാനിക്കേണ്ടത്? അല്ലാതെ സഭയുടെയും ജാതി പറഞ്ഞ് ജീവിക്കുന്ന ഊച്ചാളികളുടെയും തിണ്ണ നിരങ്ങി അവന്മാരുടെ വാക്കിൽ അവന്മാർ പറയുന്നവന്മാരെ താക്കോൽ സ്ഥാനത്ത് പാർട്ടി പ്രതിഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ? അത് ചിന്തിക്കേണ്ടത് പാർട്ടിയാണ്. കേരളത്തിൽ കോൺഗ്രസും BJPയും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്താണ്? ക്രിസ്ത്യാനികളുടെ പ്രീതി നേടുക എന്നുള്ളതാണ്. ഇവരുടെ പ്രീതി നേടിയാൽ ഭരണം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? എന്തുറപ്പിൻ്റെ പുറത്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഏറ്റവും പുതിയതായി കേൾക്കുന്നതാണ് കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവിനെ കൊണ്ടുവരാൻ പോകുന്നു. ഹൈക്കമാൻഡ് തലത്തിലൊക്കെ വലിയ നീക്കങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. അങ്ങനെയാണല്ലോ കെ സുധാകരനെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പുതിയ സംസ്ഥാന കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി നിയോഗിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇത്രയും മരപ്പൊട്ടന്മാരുടെ ഒരു സംഭവമായി പോയല്ലോ എന്നുള്ളതാണ്. കെ സുധാകരനെ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളെ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ക്രിസ്ത്യാനികളുടെ മുഴുവൻ വോട്ടും കോൺഗ്രസിന് ലഭിക്കുമെന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? ഒന്ന് പറഞ്ഞു തരൂ മരപ്പൊട്ടന്മാരെ. ഇനി വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരത്തിലെത്താൻ മുസ്ലിം ഹൈന്ദവ വിഭാഗങ്ങളുടെ വോട്ടുകൾ ആവശ്യമില്ല എന്നും ക്രിസ്ത്യാനികളുടെ വോട്ട് മാത്രം മതിയെന്നും കരുതുന്നുണ്ടോ? ഇത് പരിശോധിക്കേണ്ടതാണ്. ഇതുകൂടി പരിശോധിച്ചുത്തരം പറയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് CPM മുഖ്യമന്ത്രിയെ മാത്രം തീരുമാനിച്ചാൽ മതിയാകും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. മൂന്നാമത് അവർ അധികാരത്തിലെത്തും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPയിലെ സുരേഷ് ഗോപി വിജയിച്ചത് ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗം പേരും BJPക്ക് വോട്ട് ചെയ്തതിൻ്റെ ഫലമായാണ്. മാതാവിന് കിരീടം ലഭിച്ചപ്പോൾ സഭ രാഷ്ട്രീയ നിലപാട് മാറ്റിയത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. കേരള കോൺഗ്രസ് M എന്ന സഭയുടെ പാർട്ടി ഇന്ന് എവിടെയാണ് എന്ന് ഓർക്കേണ്ടതാണ്. കത്തോലിക്ക സഭ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സമവാക്യം സഭ എന്നേ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് സാമാന്യ ബോധമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട്
കോൺഗ്രസ് അധ്യക്ഷനെ കോൺഗ്രസ് എന്ന പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്, അല്ലാതെ സഭയോ സഭാ നേതൃത്വമോ അല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഗുണം ചെയ്യുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നത് ആരാണെന്നറിയാമല്ലോ. പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ പേര്, മറ്റൊന്ന് പേരാവൂരിൻ്റെ MLA ആയിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ പേരുകൾ. ഈ പേരുകളാണ് ഇപ്പോൾ കേട്ടറിയുന്നത്, കത്തോലിക്ക സഭ നേരിട്ട് അറിയിക്കുന്ന പേരുകൾ. ഇതിൽ കൂടുതൽ സാധ്യത ആന്റോ ആന്റണിക്കാണ്. എന്നാൽ ഈ ആന്റോ ആന്റണി ഒരു ജനകീയ നേതാവാണോ? ഒരിക്കലുമല്ല. മുൻപ് അദ്ദേഹം കോട്ടയം DCC പ്രസിഡന്റ് ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തെ അന്ന് കോട്ടയം പാർലമെന്റ് സീറ്റിൽ UDF അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് എന്ന് ജനത്തിന് ഓർമ്മയുണ്ട്. അന്ന് സുരേഷ് കുറുപ്പിനോട് വളരെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതും ഈ ജനം മറന്നിട്ടില്ല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല ഇവിടെ ഈ കോട്ടയത്ത് പലതവണ MP ആയ മണ്ഡലമാണ്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ഈ ആന്റോ ആന്റണി തോറ്റുമ്പി പോയത് എന്നുള്ളതാണ്. പിന്നീട് പുതുതായി രൂപം കൊണ്ട പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മുൻകൈയെടുത്ത് ഈ ആന്റോയ്ക്ക് സീറ്റ് നൽകുകയായിരുന്നു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്നും UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആന്റോ അവിടെ പലവട്ടം വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മേൽക്കോയ്മയുടെ സുവർണ കാലഘട്ടത്തിലാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയുടെ പ്രതിനിധിയാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതെല്ലാവരും മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് ആ പത്തനംതിട്ടയുടെ അവസ്ഥ എന്താണ്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF സ്വന്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് മറന്നു പോകരുത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലത്തിലെത്തുന്ന MP എന്ന വിശേഷണം കൂടി ആന്റോയ്ക്കുണ്ട്. അങ്ങനത്തെ ഒരുത്തനാണ് ഇയാൾ. ഇങ്ങനെ ഒരാളെ ക്രിസ്ത്യാനികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കൊണ്ടുവന്നാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നാശമായിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വീണ്ടും LDFന് തുടർഭരണം ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് പറയട്ടെ. ആന്റോ ആന്റണിയുടെ തട്ടകമായിട്ടുള്ള പൂഞ്ഞാറിൽ തന്നെ നമ്മൾ കണ്ടതാണ്, കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചാരണം നടക്കുന്നു. ഇങ്ങനെയുള്ള ഈ മരവാകയാണ് ആന്റോ ആന്റണി എന്ന് അയാളുടെ തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്തെ കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ. ഇതെങ്കിലും കാണുവാനുള്ള കണ്ണ് ഈ ഹൈക്കമാൻഡ് പൊട്ടന്മാർക്കുണ്ടാകട്ടെ. കത്തോലിക്ക സഭയെ മാത്രം വിശ്വസിച്ച് കോൺഗ്രസ് രാഷ്ട്രീയപരമായിട്ടുള്ള മണ്ടത്തരം കാണിക്കരുത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സഭയുടെ അടുപ്പമുള്ള നേതാവാണ് കെ സുധാകരൻ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നത് കരുണാകരനായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും അത്. എന്നാൽ ആ കരുണാകരൻ്റെ മകനോട് സഭ തൃശ്ശൂരിൽ കാണിച്ചത് എല്ലാവരും കണ്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മതങ്ങളുടെയും മേലധ്യക്ഷന്മാർ അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും അവരുടെ വിശ്വാസവും സ്നേഹവും കാരുണ്യവും പരസ്പരം കാത്തുസൂക്ഷിക്കുക, നല്ല സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുക, രാഷ്ട്രീയത്തിൽ ജനദ്രോഹ നടപടികൾ ഉണ്ടായാൽ അത് തിരുത്താൻ ഒറ്റക്കെട്ടായി പോരാടുക, അതാണ് ഇവിടെ ആവശ്യം. അതിനു പകരം സഭയുടെ നേതൃത്വം രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ നേരിടേണ്ടതാണ്. അതിനുശേഷം പാർട്ടിയുടെ പ്രകടനം വിലയിരുത്തിയതിനു ശേഷമാകണം KPCC പ്രസിഡന്റിനെ മാറ്റണോ വേണ്ടയോ എന്ന് ചർച്ച തന്നെ ചെയ്ത് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. പകരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ KPCC പ്രസിഡന്റ് മാറ്റുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്യുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഈ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെ വിട്ടുനിൽക്കുകയാണ് ഇതിൽ നിന്ന് ഉചിതമെന്ന് പറയപ്പെടുന്നത്. ഈ അവസരത്തിൽ സുധാകരനെ മാറ്റി ആന്റോയെ പോലുള്ളവരെ പ്രതിഷ്ഠിക്കുന്നത് ശരിക്കും അന്ധൻ ആനയെ തൊട്ടതിന് തുല്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും ശേഷം ഒരു നല്ല KPCC അധ്യക്ഷനെ വയ്ക്കാൻ ഈ ഹൈക്കമാൻഡിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് എവിടുന്നെങ്കിലും ഒരാളെ നിയമിച്ചാൽ അത് മൂന്നാമത്തെ പിണറായി സർക്കാരിന് വേണ്ടിയിട്ടുള്ള പ്രസിഡന്റ് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുല്ലപ്പള്ളിയും സുധീരനും നിയമിച്ച തെറ്റ് ഇനിയും ആവർത്തിക്കരുത്. ജനം 100 സീറ്റ് നൽകാൻ ഇപ്പോൾ തയ്യാറാണ്. പക്ഷേ തോറ്റേ അടങ്ങൂ എന്ന വാശി ഹൈക്കമാൻഡിന് ഉണ്ടാകരുത് എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും ശേഷം ഒരു നല്ല KPCC പ്രസിഡന്റിനെ
തക്ക സമയത്ത് അവരോധിക്കുവാനാവാത്തതാണ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ ഗതികേട്. അതുണ്ടാകില്ല. കാരണം അവിടെ കെ സി വേണുഗോപാലിനെ പോലൊരു മരവാഴയുണ്ട്. പിണറായി വിജയൻ എന്ന ഒരു എതിരാളിയോട് മുട്ടി നിൽക്കുവാൻ ഏറ്റവും കരുത്തനായ KPCC പ്രസിഡന്റാണ് അല്ലെങ്കിൽ ആയിരുന്നു കെ മുരളീധരൻ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ 40 പേരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാണിച്ചുകൊണ്ടുള്ള ചതിയിൽ മുരളീധരൻ വീണുപോയി. അങ്ങനെ വീണപ്പോൾ 25,000-ൽ പരം വോട്ടുകൾക്ക് കോൺഗ്രസ് പാർട്ടി ജയിച്ചിരുന്ന വടക്കാഞ്ചേരി വരെ മുരളീധരനെ തോൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ലേശം കൂടി ക്ഷമ പാലിച്ചിരുന്നുവെങ്കിലും കെ മുരളീധരൻ 1-2 തവണ കേരളത്തിലെ മുഖ്യമന്ത്രി സീറ്റിൽ ഇരുന്നേനെ. പിണറായി വിജയൻ ലാവ്ലിൻ VS-ഉമായിട്ട് അംഗം വെട്ടി വെടി തീരുമായിരുന്നു. രമേശ് ചെന്നിത്തല ഏകദേശം 9 വർഷത്തോളം KPCC പ്രസിഡന്റായിരുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരൊറ്റ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് തോൽവി രുചിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്, അത് ആരും വിസ്മരിക്കാത്ത കാര്യമാണ്. അതുപോലെ CPM-ൽ നിന്നും ഏറ്റവും അധികം ആളുകൾ പാർട്ടി മാറി കോൺഗ്രസിലെത്തിയതും ആ കാലയളവിലാണ് എന്നുള്ളത് മറന്നു പോകരുത്. നമുക്കറിയാമല്ലോ, ശെൽവരാജ്, അബ്ദുള്ളക്കുട്ടി, ശിവരാമൻ, സിന്ധു ജോയ്, ഡോക്ടർ മനോജ്, കൂടാതെ CPIM-ൽ ഓർക്കാട്ടേരി, തളിക്കുളം, ഷൊർണൂർ തുടങ്ങി പ്രാദേശികമായിട്ടുള്ള പൊട്ടിത്തെറികൾ ഇതൊക്കെ ആരംഭിച്ചത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ TP വധക്കേസ് അന്ന് ചെന്നിത്തല കോംപ്രമൈസ് ചെയ്യാൻ കൂട്ടുനിന്നില്ലായിരുന്നുവെങ്കിൽ, സരിത കേസ് വഷളാക്കിയില്ലായിരുന്നുവെങ്കിൽ പിണറായി കേരളം ഭരിക്കില്ലായിരുന്നു. ചെന്നിത്തല സ്വന്തം അടിവേര് തോണ്ടാൻ പാടില്ലായിരുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ച കളി. പിന്നെ KPCCയുടെ അടുത്ത പ്രസിഡന്റായി സോണിയാഗാന്ധി അവരോധിച്ചത് ആരെയാണെന്ന് എല്ലാവർക്കും അറിയാം. ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത VM സുധീരനെ. സുധീരൻ, മുല്ലപ്പള്ളി എന്നൊക്കെ പറയുന്നവർ സ്വന്തം ഇമേജിനെ ബാധിക്കുന്ന ഒന്നിലും തൊടാതെ ഗാന്ധിജിയുടെ ഇളയമ്മയുടെ മക്കളുടെ കളി കേരളത്തിൽ കളിച്ചപ്പോൾ എതിരാളിയായിട്ടുള്ള പിണറായി വിജയൻ ഗോഡ്സെയുടെ കളിയും കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും അന്ന് കെ സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയിരുന്നുവെങ്കിൽ കേരളത്തിൽ പിണറായി വിജയൻ പച്ച തൊടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുധാകരനെ അന്ന് വെട്ടിയത് ഇതേ AK ആന്റണി ആയിരുന്നു. അങ്ങേർക്ക് സ്വന്തം മകനെ നിയന്ത്രിക്കാനാകാതെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കളികളൊക്കെ കേരളത്തിൽ കളിച്ചത് എന്നുള്ളതും മറന്നു പോകരുത്. ബാർ വിഷയത്തിൽ സുധീറിനെ കേരളത്തിലെ ബാർ മുതലാളിമാർ ചവിട്ടിക്കൂട്ടി CPM-ന് 100 സീറ്റുകൾ ജയിക്കുവാനുള്ള ഫണ്ടും കയ്യിൽ വെച്ച് കൊടുത്തു. നമ്മൾ കണ്ടതാണ്, കേരളം കേട്ടതാണ് ബാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം. പിന്നെ വന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. പിണറായി, കോടിയേരി, ജയരാജന്മാർ എന്നിവരോട് മുട്ടി ജയിക്കണമെങ്കിൽ അന്ന് തന്നെ സുധാകരനെ പ്രസിഡന്റ് ആക്കണമായിരുന്നു ഈ ഹൈക്കമാൻഡ്. പക്ഷെ അന്നത് ചെയ്തില്ല. അവിടെയും വലിയ തെറ്റാണ് പാർട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ്. ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും അണികളെ പിടിച്ചു നിർത്താനോ പിണറായി ഉണ്ടാക്കിയെടുത്ത കൂട്ടുകെട്ടുകൾ പൊളിക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. 5 കൊല്ലമായാൽ മലയാളി സ്വമേധയാ മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന പഴഞ്ചൻ ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതിയിൽ രമേശ് ചെന്നിത്തല വീട്ടിലിരുന്നപ്പോൾ ആമയും മുയലും ഓടിയതുപോലെയായി എന്നുള്ളതാണ്. 5 കൊല്ലം പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടും 140 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് കേവലം 15 ദിവസങ്ങൾക്ക് മുൻപാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അവിടെ മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും കേരളത്തിൽ വൻ പരാജയങ്ങളായി മാറുന്ന കാഴ്ചയും കേരളം കണ്ടതാണ്, കോൺഗ്രസ്സുകാർ കണ്ടതാണ്. ഇന്നിപ്പോൾ കെ സുധാകരനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഏൽപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ലേശം തകരാറിലാണ് എന്നുള്ള കാര്യം വസ്തുതയാണ്. ആ വസ്തുത അദ്ദേഹത്തിൻ്റെ നടപ്പിൽ തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. അതുപോലെ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയപ്പെടുന്ന ഇടയ്ക്കിടെ അദ്ദേഹത്തിന് അത് വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ, ചേട്ടനും അനുജനുമൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതൊക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാകാം. അതുപോലെ തന്നെ DCC, KPCCയുടെ മറ്റുള്ള ഭാരവാഹികളെ നിശ്ചയിക്കുവാൻ ഇനിയും ഇവർക്കായിട്ടില്ല. ഇക്കാര്യത്തിൽ KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം ജനത്തിനുണ്ട്. ആദ്യം മാറ്റേണ്ടത് KC വേണുഗോപാലിനെയാണ്. കേവലം ഒരു പ്രളയത്തിലും കോവിഡിലും മാത്രമാണ് പിണറായി വിജയൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അന്ന് ആ കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ 140 സീറ്റുകളിൽ 20 മാത്രമേ CPM-ന് കിട്ടുമായിരുന്നുള്ളൂ. അത്രയും മോശം ഭരണവും മന്ത്രിമാരും അഴിമതിക്കഥകളും കൊണ്ട് കേരളം വീർപ്പുമുട്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2021. ഇനിയിപ്പോൾ ഒന്നുകിൽ കെ സുധാകരനെ ഹൈക്കമാൻഡ് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് സ്വമേധയാ രാജിവെപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാന ആഗ്രഹമായിട്ടുള്ള പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കുവാനുള്ള അവസരം കൊടുക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കണം.
സുധാകരൻ ജി ശ്രദ്ധിക്കേണ്ടത് കൂടെ നടക്കുന്ന കുറേ അനാവശ്യ ഊളകളെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ കൂടെ കൂട്ടുക എന്നുള്ളതായിരിക്കണം. അതുപോലെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ താങ്കളെ എതിരാളികൾ കുടുക്കുവാൻ ശ്രമിക്കുന്നത് കൂടെ നടക്കുന്ന ചിലരിലൂടെയാണ് എന്ന് മറന്നു പോകരുത്. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ അബദ്ധങ്ങൾ പറ്റാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ്. ഒത്തുപിടിച്ചാൽ ചിലപ്പോൾ 110 സീറ്റുകൾ വരെ മലയാളി തരാൻ തയ്യാറാണ് എന്നത് കോൺഗ്രസ്സുകാർ ഓർക്കുക. ഏതെങ്കിലും കാരണത്താൽ കെ സുധാകരനെ മാറ്റി മരപ്പൊട്ടന്മാരെയും മരവാഴകളെയുമാണ് KPCCയുടെ താക്കോൽ സ്ഥാനം ഏൽപ്പിക്കുന്നത് എങ്കിൽ കെ സുധാകരൻ BJP പാളയത്തിലെത്തുവാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാനാകില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള പരിഗണന നൽകി കോൺഗ്രസിൽ ഉന്നത സ്ഥാനം നൽകുക, അല്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അധ്യക്ഷനായി തുടരുവാൻ അദ്ദേഹത്തെ അനുവദിക്കുക. അതല്ലെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെയാണ് പുതിയ പ്രസിഡന്റ് സുധാകരനേക്കാൾ കേമനായ കരുത്തനായ ഒരാളെ കൊണ്ടുവരിക. അല്ലാതെ പൊട്ടനും മന്ദബുദ്ധിയുമൊന്നും നയിക്കേണ്ട പ്രസ്ഥാനമല്ല കോൺഗ്രസ് എന്ന് അതിൽ ഇരിക്കുന്ന നേതാക്കളെങ്കിലും മനസ്സിലാക്കുക. 140 വർഷത്തോളം പഴക്കമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കേണ്ടത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മന്ദബുദ്ധികളും മരപ്പൊട്ടന്മാരുമായി പോകരുത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് കെ സുധാകരനെ ജനം മനസ്സിലാക്കുന്നതും കോൺഗ്രസ്സുകാർ വിലയിരുത്തുന്നതും. അപ്പോൾ കെ സുധാകരന് പദവിയും ഇത്തരത്തിലുള്ള പരിഗണനയും നൽകിയില്ല എങ്കിൽ അദ്ദേഹം BJPയിൽ പോകുന്നതിൽ എന്ത് തെറ്റാണ് പറയേണ്ടത്? ഇത്രയും കാലം ഈ പാർട്ടിയോട് കൂറു കാണിച്ച് കണ്ണൂരടക്കമുള്ള കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടകൊത്തളങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുവാൻ കെ സുധാകരനെ പോലൊരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതെന്തുകൊണ്ട് ഈ പാർട്ടി മനസ്സിലാക്കുന്നില്ല? അത് മനസ്സിലാക്കാതെ പെട്ടെന്നൊരു ദിവസം സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പരിഗണന ലഭിക്കുന്ന, പദവി ലഭിക്കുന്ന BJPയിൽ തൊട്ടുകൂടായ്മയൊന്നും ഇല്ല എന്ന് പറയട്ടെ. പോയാലും തെറ്റു പറയാൻ കഴിയില്ല സുധാകരനെ എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പക്ഷെ മറ്റൊന്നുണ്ട്, കോൺഗ്രസിനെ ഇനി ക്രിസ്ത്യാനികൾ തീരുമാനിക്കട്ടെ എന്നാണെങ്കിൽ ജനങ്ങൾ CPM മുഖ്യമന്ത്രിയെയും തീരുമാനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.